നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇന്ന് 5 മാർച്ച് 2026. ഇന്ന് എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ പൊതുജനങ്ങളോട് പറയാം. എന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഇറാനോട് 2 കാര്യം പറയട്ടെ. ഇറാനിൻ്റെ ആളുകളോട് 2 കാര്യം പറയട്ടെ. നിങ്ങളുടെ നാട്ടിലെ CCTV ഫുള്ളായിട്ട് മാറ്റണം, സാറ്റലൈറ്റിൻ്റെ സംവിധാനം മാറ്റണം. എന്നിട്ട് ഇനി ഭരണം വരുമ്പോൾ മൊസാദിൻ്റെ, അതായത് ഇസ്രായേലിൻ്റെ, അമേരിക്കയുടെ ഒരാളെയും ആ പരിസരത്തിൽ കൂടെ അടുപ്പിക്കരുത്, ഒരു ഇന്ത്യക്കാരനെ അടുപ്പിക്കരുത്. അങ്ങനെ ഒരു കാര്യം ചെയ്യണം. രണ്ടാമത്തെ പേർക്കുള്ള അമേരിക്കക്കുള്ള തിരിച്ചടി കുറക്കരുത്. ഇനി മേലിൽ അമേരിക്ക മറ്റുള്ളവരെ നാശം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങരുത്. അതിന് അമേരിക്കയിൽ ഒരാളും ജീവിച്ചിരിക്കാൻ പാടില്ല, ഇസ്രായേലിനും പാടില്ല, നശിപ്പിച്ച് കളയണം. അതാണ് ആദ്യം പറയാനുള്ളത്. അതുപോലെ ഇവിടുത്തെ ഈ നാട്ടുകാരോട്, എൻ്റെ നാട്ടുകാരോടൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ ഇസ്രായേൽ നമ്മളെ ഇറാനൊക്കെ പാടെ ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ. ആരാ ഏറ്റവും വലിയ ഒറ്റുകാർ? മുസ്ലിം ആളുകളാണ്. അവർക്ക് ഒരു പെണ്ണ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ, ഒരു കുപ്പി കള്ള് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്ത് ചരിത്രം ചെയ്യും? മുസ്ലിം ആളുകളുടെ കാര്യമായി പറഞ്ഞു. ഒരാൾക്ക് ജോലി ചെയ്യേണ്ട ഒരാവശ്യമില്ല, കഠിനാധ്വാനം ഒന്നും ഒരാളും ചെയ്യില്ല. മനസ്സിലായില്ലേ? സ്വാർത്ഥത എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ അത് കംപ്ലീറ്റ് കൊണ്ടുവരും. അപ്പോൾ ഒരു മുസ്ലിം പണ്ഡിതനെയും ഒരു മൗലവിനെയും ഒരു തങ്ങളെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കേസിലല്ലേ, കാരണം ലക്ഷക്കണക്കിന് തങ്ങന്മാരാണ് തെണ്ടിത്തരം ചെയ്തത്. അത് ഞാനൊരു കല്യാണ പരസ്യത്തിൻ്റെ മുകളിൽ ആണ് പെണ്ണായിട്ട് വന്നിട്ട് അശ്ലീലങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ ആ മുസ്ലിങ്ങൾ കംപ്ലീറ്റ് നല്ല ഭീഷണിയിലാണ്. കാരണം ഇപ്പോഴും അവർ ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് ഇതുവരെ തോന്നിയില്ല, ഒരു മുസ്ലിം പണ്ഡിതനും തോന്നിയില്ല. തോന്നില്ലെന്ന് നമുക്ക് നോക്കണല്ലോ, ഒന്ന് നോക്കണം. കാലങ്ങൾ കടന്നു പോകും. നിങ്ങൾ ഇറക്കി വെച്ചാൽ കുടിക്കാതെ അവരാരും പോകില്ല. അപ്പോൾ മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഇതൊക്കെ നമ്മുടെ മുന്നിൽ വലിയൊരു പാലമാണ്. അതായത് മൗലവിമാർ പറഞ്ഞിടത്ത് കൂടെ ചെല്ലുക, മൗലവിമാർ ഇന്ന് പറഞ്ഞ് നാളെ ചെയ്യുക, അതൊക്കെ എല്ലാവരും മാറ്റി വെക്കണം. അതായത് 130 ഉറുപ്പ്യ കൊടുത്താൽ സ്വർഗ്ഗമൊന്നും കിട്ടില്ല. 200 പവൻ്റെ സ്വർണ്ണാഭരണം ബക്കറ്റിലിട്ട് കൊടുത്താൽ സ്വർഗ്ഗം കിട്ടില്ല. സ്വർഗ്ഗമൊക്കെ കിട്ടണമെങ്കിൽ പിന്നെ നായ്ക്ക് വെള്ളം കൊടുക്കണം. അത് വരുത്ത ബുദ്ധിമുട്ട് വരുമ്പോൾ കക്കൂസിലെ വെള്ളം കൊടുക്കണം. അങ്ങനെ എല്ലാ ഭാഗങ്ങളും ചിന്തിക്കാനുള്ളൊരു കഴിവും മെത്തേഡും നമുക്കുണ്ടാവണം. നമ്മുടെ തൊട്ടടുത്തുള്ളവനെ കുറ്റക്കാരാക്കുന്നതിന് മുമ്പ് 2 തവണ അന്വേഷിക്കണം വ്യക്തമായിട്ട്. ഈ മുസ്ലിം പണ്ഡിതന്മാരെ ഒരെണ്ണത്തിനെ വിശ്വസിക്കരുത്. കാരണം ചതിയന്മാരാണ്, കള്ളന്മാരാണ്. ഇത്രയും വലിയ ചേട്ടത്തരം ചെയ്യണം മുസ്ലിം ലോകത്ത് ഏറ്റവും വലിയ അപമാനമുള്ളൊരു സാധനം. ഒരു തങ്ങളെയും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ ബൈക്ക് പോകണം, വേറൊരുത്തന്നെ ചതിക്കാനും കൊടുക്കാനും നിൽക്കരുത്. ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കണം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന്, അല്ലാണ്ട് മറ്റുള്ളവരെ നോക്കണം. അതുപോലെ മറ്റൊന്ന് പറയാനുള്ളത്, ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് 3 കാര്യം നമുക്ക് ഉപേക്ഷിക്കണം. ഒന്ന് അമേരിക്കയുടെ നിലപാട്, 2 മൈലിയന്മാരും തങ്ങന്മാരും. അതേപോലെ ഉപേക്ഷിക്കേണ്ടതാണ് ഇംഗ്ലീഷ് മരുന്ന്. കാരണം എന്ന് പറഞ്ഞാൽ അതിലൊരു 30% മരുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഇന്ന് അവരെ വിശ്വസിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ഒരു 5 ദിവസത്തെ മരുന്ന്, പച്ചമരുന്ന് കൊടുത്തിട്ട് ശരിയാക്കേണ്ട ഒരു കേസിന് അവർ 3000 കോടി അമേരിക്കൻ ഡോളർ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഒരു 5 ദിവസത്തെ കരലോകത്തിൻ്റെ മരുന്ന് ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ കോടിക്കണക്കിന് ആളുകളാണ് ഇത് പലതരം ചികിത്സ കിടക്കുന്നത്. അത് 80-90 കൊല്ലമൊക്കെ ആയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ടൊരു സത്യം പറഞ്ഞാൽ പോലും ഒരാൾ വിശ്വസിക്കില്ല. നിങ്ങൾ സത്യം പറയാൻ തയ്യാറായാൽ, കാരണം ഇവൻ്റെ മുമ്പിൽ ഇവൻ ഇതുവരെ കേട്ട് കംപ്ലീറ്റ് നുണയില്ലേ. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അവർക്ക് സത്യത ഏതാണെന്ന് തിരിച്ചറിയില്ല. എന്നിട്ട് ഈ തെണ്ടികളൊക്കെ പാടെ മറ്റവരെ കൊടുക്കും. അതാണ് ശരി. അപ്പോൾ ഇങ്ങനൊരു അവസരം നിങ്ങൾ കൊടുക്കരുതെന്ന് മാത്രമല്ല, നിങ്ങൾ സ്വയം കാര്യത്തിനാവണം. അതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വേറൊരുത്തനെ ഒറ്റുകാരനാക്കുന്നതിന് മുമ്പ് നമ്മൾ ആരാണെന്ന് നോക്കണം. അതായത് ഇപ്പം തങ്ങളെ ഒഴിവാക്കണം, അമേരിക്കനെ ഇസ്രായേലിനെ ഒഴിവാക്കണം, ഇംഗ്ലീഷ് മരുന്ന് ഒഴിവാക്കണം. അതുപോലെ നമ്മുടെ സംസ്ഥാന ധീരമായ തീരുമാനങ്ങളിലൊക്കെ മാറ്റം വരണം, അല്ലാണ്ട് പറ്റില്ല. അതുപോലെ മറ്റൊന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ ഭരിച്ചു. നമ്മുടെ നാട്ടിലൊന്നും ഒരു തൊഴിൽ സ്ഥാപനം കൊണ്ടുവരാൻ ഒരു തയ്യാറായില്ല. അതില്ലാണ്ട് നമുക്ക് നടക്കില്ല. നമുക്കൊക്കെ ജനിച്ച കുട്ടികൾക്ക് ഇവിടുന്ന്
വിദേശത്ത് പോയിട്ട് ഇപ്പോൾ ഒരു 1-2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ എപ്പോഴും കട്ടായിരിക്കുക. അതിൻ്റെ കാരണം എന്താ വിചാരിച്ചാൽ പിന്നെ പശ്ചിമേഷ്യയിൽ പോയിട്ട് ഒരു പെൺകുട്ടി മരിച്ച സംഭവത്തിൽ ഞാൻ ഈ അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറഞ്ഞവർക്ക് പറ്റിയില്ല. ലോകം ഒന്നായിട്ട് പെണ്ണുങ്ങളുടെ കൂടെയാണ്. പെണ്ണുങ്ങൾ നമ്മുടെ പെണ്ണുങ്ങളാണ്. ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മക്കളോ പെങ്ങന്മാരോ ആണ് ഈ പെണ്ണുങ്ങളെന്ന് പറയുന്നത്. അവരുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ നമ്മൾ പ്രതികരിച്ചിരിക്കും. ഒരു സാധാരണ പ്രതികരണമൊന്നുമല്ല. ഇവിടെ കോടിക്കണക്കിന് ആളുകളാണ് ഭാര്യമാരെ കിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ മുകളിൽ ഈ ഇസ്ലാമിക പൂർവ്വ പണ്ഡിതന്മാരും ഈ നായ്ക്കളുമാണ്. അപ്പോൾ ഇതെല്ലാവരും തിരിച്ചറിയണം. മനസ്സിലായില്ലേ? പെണ്ണുങ്ങൾ എന്തോ ഒരു സംഭവമാണെന്ന്. പെണ്ണുങ്ങൾ നമ്മളെ വീട്ടമ്മയാണ്. ഒരു പെണ്ണിന് ഏറ്റവും വലിയ മാന്യത എന്ന് പറഞ്ഞാൽ ഒരു വീട് നോക്കി അതിലെ കൂടുതൽ സംവിധാനം ചെയ്ത് അതിൽ നിന്ന് ഒരു 100 രൂപ ഉള്ള കീസയിൽ അവൾ എടുത്ത് കട്ടിട്ടാക്കല്ല, വരവുണ്ടാക്കിയിട്ടാക്കണം. അതാണ് ഒരു വീട്ടമ്മയുടെ കഴിവ്. ആ കഴിവുള്ള വീട്ടമ്മനെ ഞാൻ ഇന്നും ആദരിക്കുന്നു. അന്ന് മാത്രമല്ല, അത് ഞാൻ എപ്പോഴും പറയാറുമുണ്ട്. നല്ല വീട്ടമ്മ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി നോക്കിയാൽ കാണാം. നമ്മളൊരു തുള്ളി വെള്ളത്തിന് ഒന്ന് ബാത്റൂമിൽ പോകാൻ ഇതിനൊക്കെ വീട്ടമ്മമാർ സഹായിക്കും. ചില വീട്ടമ്മ പോയാൽ ചില വീട്ടിൽ പോയാൽ ഇന്ദിരാഗാന്ധിയെക്കാണാൻ വലിയ പവറുള്ള പെണ്ണുങ്ങളായിരിക്കും. എന്നിട്ട് ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്ത കുറേ പറികൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മളുടെ അറിവിൽ വേണം, അല്ലാതെ നടക്കില്ല. കാരണം നമ്മൾ പഠിച്ചുണ്ടാക്കിക്കൊണ്ട് ഒരു കാര്യമാവില്ല. ആവണമെങ്കിൽ നമ്മൾ കഠിന അധ്വാനം ചെയ്യാണ്ട് ഒരാൾക്കും ഒരു ലോകത്തും ജീവിക്കാൻ സാധിക്കില്ല. കഠിനമായിട്ട് അധ്വാനിക്കണം. രാത്രിയും പകലൊക്കെ അധ്വാനിക്കേണ്ടി വരും. അല്ലാണ്ട് ഒരു സുഖമില്ലാതെ കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഫോണിൽ തോണ്ടിയിട്ട് വലിയ സുഖത്തിൻ്റെ ലോകത്ത് കിടക്കില്ലേ? അതൊന്നും നടക്കില്ല. നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇരിക്കില്ല. ഇത് നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്യണം. അത് കഠിന അധ്വാനം ചെയ്യണം. കഷ്ടപ്പെട്ട് തന്നെ വേണം, അല്ലാതെ നടക്കില്ല. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പല്ലേച്ച് മുറുകാൻ വന്നാൽ ഇപ്പോൾ കിടക്കണമെങ്കിൽ വീടൊക്കെ കത്തിപ്പോയിട്ടാണ് കിടക്കുന്നത്. ഞാൻ മെഷവൈദ്യനായത് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതൊന്നും എനിക്ക് നിങ്ങളോട് പറയാനും അങ്ങനെ കഴിയില്ല. എന്തായാലും ഞാൻ അതിൽ നിൽക്കുന്നുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ നിലപാടിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ഇനി ഒരു പക്ഷേ എനിക്ക് നിങ്ങൾ അധികാരം തരികയാണെങ്കിൽ, മുഖ്യമന്ത്രിയായിട്ട് അധികാരം നിങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത് വരികയാണെങ്കിൽ ഞാൻ BJPയുടെ കീഴിൽ തന്നെ വരിക. അല്ലാണ്ട് നരേന്ദ്രമോദി ഒഴിവാക്കിയിട്ട് വേറൊരു കാര്യം പറയില്ല, വരില്ല. മനസ്സിലായില്ലേ? എല്ലാ കാര്യങ്ങളും അവരായിട്ട് തന്നെ ഉണ്ടാവുക. മുമ്പും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അതിലൊന്നും യാതൊരു വ്യത്യാസം വരില്ല. അതിൻ്റെ നയം അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരും. നിങ്ങൾ ഒറ്റയടിക്ക് പുറത്താക്കാനുള്ള സംവിധാനം തന്നെ കൊണ്ടുവരാം. അതൊക്കെ നോക്കിയിട്ട് വിശദമായിട്ട് പരിശോധിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ. പിന്നൊന്ന് ഒരു കാര്യമുണ്ട്, നമ്മളെ കുറച്ച് തോന്നിയാസം ചെയ്ത കുറേ ആളുകളുണ്ട്. അവരെ കേസ് ഫയലിലെങ്ങാനും മേശപ്പുറത്ത് വരേണ്ടി വന്നാൽ അതിലാണ് നിൽക്കണ്ട. മുന്നത്തെ ഏത് ഫയലാണെങ്കിലും എനിക്കിതുപോലൊരു അനുഭവം ഉണ്ടായി. അത് നീതി നടന്നില്ല എന്ന് പറഞ്ഞാൽ അത് 2 പുറം പരിശോധിക്കും. ഒരു പുറമല്ല. നിങ്ങളൊരു അപേക്ഷ തന്നുകൊണ്ട് നിങ്ങൾ സുജായിയാവുമൊന്നും വേണ്ട. നിങ്ങളുടെ അടുത്ത് സുജായി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കും. നമുക്കിവിടെ വേണ്ട തൊഴിൽ സ്ഥാപനം, അതിലേക്കാണ് ഞാൻ പോകുന്നത്. തൊഴിൽ സ്ഥാപനം എല്ലാ വാർഡിലും, ഒരു വാർഡിൽ 5000 കോടി ജനങ്ങൾ ജോലി ചെയ്യുന്ന പല സ്ഥാപനങ്ങളും ഇവിടെ വരണം. പല സാധനമായിരിക്കണം. അതിൽ പണിക്കാർ ബംഗാളികളൊന്നുമില്ല. ഞാനും നിങ്ങളുമാണ്. ഞാൻ പണിയെടുക്കാൻ തയ്യാറ്. എൻ്റെ കയ്യുമ്പോൾ തയ്യമ്മ എനിക്ക് യാതൊരു മടിയില്ല. ഇന്നലെ ഈ കിണറ്റിൽ കൂടിയാണ് ഞാൻ. ഇന്നലെ മാങ്ങെടുക്കാൻ പോയി കിണറ്റിലേതാ ഓണു. ആ കയറപ്പം അങ്ങനെ ഇരിക്കുകയാണെന്ന് എടുത്ത് കെട്ടേച്ച് മാറ്റാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ വീടും ഇതൊക്കെ ആയി കാണുന്നു. വീട് കത്തിയിട്ട് അന്ന് അങ്ങനെ കിടക്കുക കംപ്ലീറ്റ്. അതായത് വില്ലേജ് ഓഫീസ് ചെന്നപ്പോൾ ഞങ്ങൾക്ക് പരമാധികാരമില്ല, നിയമമില്ല എന്ന് പറഞ്ഞു. പഞ്ചായത്ത് ചെന്നപ്പോൾ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞു. പിന്നെ അധികാരം ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയൊക്കെ എന്തായാലും പിന്നെ ഒരു അപേക്ഷ നമുക്ക് വാങ്ങിയിട്ട് എഴുതി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. നമ്മളതുവരെ ഇരിക്കട്ടെ. കാരണം ഇതിന് 2-3 കേസ് വന്നു. ആ കേസ് പുറത്തേക്ക് വരും. കള്ളത്തരം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഈ നിയമമൊക്കെ കൈകാര്യം ചെയ്യണ ഈ വരില്ല. ഇപ്പോൾ ഇന്നലെ നമ്മുടെ നേഴ്സുമാർക്ക് മിനിമം ശമ്പളം 50,000-ന് മുകളിലാക്കിയിട്ടുണ്ട്. അത് നല്ല തീരുമാനമാണ്. കാരണം ഒരാൾ ജോലി ചെയ്യുന്നത് ചക്കാത്തിനൊന്നും അല്ല. ആര് ജോലി ചെയ്യണം? ചക്കാത്തിന് ജീവിക്കാൻ ആർക്കും സാധിക്കില്ല. പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പോലും ഒരു 10,000-50,000 രൂപയുടെ മുകളിലവർക്ക് ശമ്പളം കിട്ടിയിരിക്കണം ഇന്നത്തെ നിലയ്ക്ക്. ഇത് നാളത്തെ കുടുംബത്തിന് വ്യത്യാസം വരും. അതുപോലെ എല്ലാവരും ആരും ഒരു ജോലിയും ചെയ്യണ്ട. ഒരു ജോലിയും ചെയ്യണ്ട. ജോലി മാത്രം പോരാ. കഠിനമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾ, അച്ഛനമ്മമാർ, പെങ്ങന്മാർ, സുഖമില്ലാത്ത ആളുകൾ, അവരൊക്കെ പരിതോഷിക്കലും കൂടി വേണം. അതായത് അവരെ പരിരക്ഷയ്ക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് എന്നെക്കൊണ്ട് പറയിക്കരുത്, മൗഢ്യം, വിഡ്ഢിത്തം
മണ്ടത്തരം എന്ന് പറയരുത്. അതിന് എല്ലാ സഹോദരിമാരും ശ്രദ്ധിക്കുക. നമ്മൾ ജോലി ചെയ്യേണ്ടത് പഠിച്ച് 10ാം ക്ലാസ് പാസ്സായ ഇസ്രായേലിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്, അമേരിക്കയിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. ഈ നാട്ടിലൊരു പുരുഷൻ്റെ ഭാര്യ ഇരിക്കുക, ഒരു വീട്ടമ്മയായിട്ടുള്ള ചുമതല ഉണ്ടാവുക. വീട്ടമ്മ 4 കാലി പെരയായിരിക്കും, അതൊന്നും അല്ല അതിൻ്റെ കാര്യം. ഒരു പട്ടം വെച്ച് കെട്ടിയുള്ളൊരു പെരയായിരിക്കും, അതല്ല അതിൻ്റെ കാര്യം. അത് സ്വർഗ്ഗലോകമാണ്. അതുകൊണ്ട് അതിൽ നല്ല നിലക്ക് നിൽക്കാൻ വേണ്ടി ഓരോ പെണ്ണുങ്ങളും ശ്രമിക്കണം. അപ്പോൾ ഞാൻ ടെക്നോളജി മേധാവി മുഹമ്മദ് ബദീൽ പിള്ളയിലെ ഇതൊക്കെ ഞാൻ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയാണ്. ഈ വീടടക്കം ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ്. എനിക്കതിൽ അഭിമാനിക്കണമൊന്നുമില്ല. കാരണം കളവ് നടത്തിയില്ലല്ലോ, ആരും ഭരിച്ചിട്ടില്ല. കണ്ടോ, തെങ്ങിൻ്റെ മുകളിൽ 2-3 പണിയെടുത്തു. പിന്നെ എല്ലാം നോക്കാർക്ക് പെണ്ണുങ്ങളില്ല, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അതിൽ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പച്ചമരുന്നിൻ്റെ കാര്യമാണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ ഈ കിണറിൻ്റെ പണി ഇതൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവും.